കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിലൂടെ വണ്ടി ഓടിച്ചയാളുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി. ഒരു മാസത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. ഫുട്പാത്തിലൂടെ വണ്ടി ഓടിച്ചയാളെ എരഞ്ഞിപ്പാലം സ്വദേശി പ്രഭാവതിയമ്മ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, അങ്ങനെ പ്രഭാവതിയമ്മയുടെ ആ ഒറ്റയാൾ പോരാട്ടം നിയമവഴിയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. വിവരങ്ങൾ അനഘ. അനഘ, മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ. നീലിമ, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ പ്രഭാവതി അമ്മ എന്ന് പറയുന്ന വയോധിക ഈ എരഞ്ഞിപ്പാലത്ത് വെച്ച് റോഡിനോട് ചേർന്നിട്ടുള്ള കൈവരിയുടെ ഭാഗത്തുകൂടി നിരന്തരം ആ ഭാഗത്തുകൂടി ഇങ്ങനെ റോഡിനോട് ചേർന്നിട്ടുള്ള കൈവരിയുടെ ഭാഗത്തുകൂടി ഇങ്ങനെ മോട്ടോർ വാഹനങ്ങൾ പോകാറുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് ഈ പ്രഭാവതി അമ്മ അത് തടയുന്നു. ഇത്തരത്തിൽ നിയമം ലംഘിച്ച് അതുവഴി വാഹനങ്ങൾ പോകുന്നത് കാൽനട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രഭാവതി അമ്മ തടഞ്ഞതിനെ തുടർന്ന് ആ ബൈക്കിൽ വന്ന ആളുകൾ തിരിച്ച് പോവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. കേരളം മുഴുവൻ തിരഞ്ഞ ഒരു വൈറൽ താരമായി ആ വയോധിക മാറുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇതിനോട് തന്നെ നമുക്ക് തന്ന അഭിമുഖത്തിൽ പോലും ഈ പ്രഭാവതി അമ്മ പറയുന്നുണ്ട്, ഇത്തരത്തിൽ നിയമം ലംഘിക്കരുത്, ഇതിന് കർശനമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ മോട്ടോർ വാഹന വകുപ്പ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ അടക്കമുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്ന് ആ നിയമം ലംഘിച്ച് ഈ ഫുട്പാത്തിലൂടെ വാഹനം ഓടിച്ച ആളുടെ ലൈസൻസ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു മാസത്തേക്കാണ് ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാൽനട യാത്രക്കാരുടെ സുരക്ഷിത യാത്രയ്ക്കായി സർക്കാർ ഇടപെടണമെന്ന പ്രഭാവതി അമ്മയുടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉടനടി ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇത്തരത്തിൽ ഈ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന സമയത്ത് റോഡിന് തൊട്ടടുത്തുള്ള കൈവരിയിലൂടെ മോട്ടോർ വാഹനങ്ങൾ പോകുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇനി ഇത്തരത്തിൽ നടപടിയെടുത്ത സാഹചര്യം കൂടി ഉണ്ടായതോടെ ഇനി ഒരു ജാഗ്രത ഈ വിഷയത്തിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ പുലർത്തും എന്നൊരു ആശ്വാസമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഭാവതി അമ്മയുടെ പ്രതികരണം. നീലിമ. ശരി അനഘ.